നമസ്കാരം. ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ പലപ്പോഴും നല്ല സമയവും മോശം സമയവും വന്നു ചേരാം. എന്നാൽ നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് സംഭവിക്കാൻ പോകുന്നതായ ആ നല്ല കാര്യങ്ങൾ കൂടുതലായും എപ്പോൾ സംഭവിക്കും എന്ന് വിശദമായി തന്നെ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം, അഥവാ ഈ തൊടുകുറിയിലൂടെ മനസ്സിലാക്കാം. അതിനായി ഏവരും ചെയ്യേണ്ടത് തന്നിരിക്കുന്നതായ 2 ശ്രീകൃഷ്ണ ചിത്രങ്ങളിൽ ഒരു ചിത്രം തിരഞ്ഞെടുക്കുക എന്നതാണ്. ഭഗവാനെ ഏവരും ഒരു നിമിഷം മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് തന്നെ ഈ 2 ചിത്രങ്ങളിൽ ഒരു ചിത്രം തിരഞ്ഞെടുക്കുക. ഏവരും ഒരു ചിത്രം തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത്. ഇനി ഫലങ്ങളെക്കുറിച്ച് പരാമർശിക്കാം. അതിന് മുന്നോടിയായി ഏവരും ഭഗവാന്റെ നാമങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഭഗവാന്റെ ആദ്യത്തെ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാണ്. ഗുണകരമാകുവാൻ സാധ്യതയുള്ള ചില പ്രവൃത്തികൾ ചെയ്യുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അത്തരം ചില കാര്യങ്ങളിൽ ഏർപ്പെടുവാൻ സാധിച്ചു എന്ന് വരാം. ബഹുമാനം നേടിയെടുക്കുവാൻ സാധിക്കുന്നതായ ചില സാഹചര്യങ്ങൾ, മറ്റുള്ളവരിൽ നിന്നും സ്വീകാര്യത ലഭിക്കുന്നതായ സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്ന് ചേരുവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. പൊതുപ്രവർത്തകരുമായി ബന്ധപ്പെട്ടും, അതായത് അവർക്ക് വിജയങ്ങൾ നേടുവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ബഹുമാനം പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നേടിയെടുക്കുവാൻ സാധിക്കും. മറ്റുള്ളവരുടെ മനസ്സിൽ സ്ഥാനം നേടിയെടുക്കുവാൻ സാധിക്കുന്ന സാഹചര്യങ്ങളാണ് വന്നു ചേരുക. പല കാര്യങ്ങളിലും അംഗീകാരങ്ങൾ തേടിയെത്തുക, ജനപ്രീതി വർദ്ധിപ്പിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. തൊഴിൽപരമായോ ബിസിനസ് പരമായോ അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നതായ മറ്റ് കാര്യങ്ങളുമായി ബന്ധപ്പെട്ടോ ഉദ്ദേശിച്ച ചില കാര്യങ്ങൾ നടക്കുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു. അത്തരം ചില കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന് തന്നെ പരാമർശിക്കാം. പല കാര്യങ്ങളിലും നേട്ടങ്ങൾ നിങ്ങൾ പ്രതീക്ഷിക്കാതെ തന്നെ ജീവിതത്തിലേക്ക് അനുകൂലമായി സംഭവിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. സാമ്പത്തികമായ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീർന്നു എന്ന് വരാം. സാമ്പത്തിക ഉന്നമനം ലക്ഷ്യമിട്ടുള്ള ചില പ്രവൃത്തികൾ വിജയം കാണുവാനുള്ള സാധ്യത കൂടുതലാണ്. കാര്യവിജയങ്ങൾ നേടുവാൻ സാധിച്ചു എന്ന് വരാം. കൂടാതെ ഈ സമയം വസ്ത്രം, ആഭരണങ്ങൾ തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ചില കാര്യങ്ങൾ വന്നു ചേരാം. ഇത്തരം ചില കാര്യങ്ങൾ വാങ്ങുകയോ അല്ലെങ്കിൽ അത്തരം ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്ന് ചേരുവാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു. ഗൃഹം മോടി പിടിപ്പിക്കുക, അത്തരം ചില കാര്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട്. പല വ്യക്തികളിൽ നിന്നും നിങ്ങൾ പ്രതീക്ഷിക്കുന്നതോ അല്ലാത്തതോ ആയ സഹായങ്ങൾ ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. അത് ധനപരമാകാം അല്ലെങ്കിൽ മറ്റ് സഹായങ്ങളാകാം. ഇത്തരത്തിൽ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കാവുന്ന കാര്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട്. അതിനാൽ തന്നെ പല കാര്യങ്ങളും നടക്കുവാനുള്ള സാധ്യതയും വർദ്ധിക്കും. അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ നടത്തിയെടുക്കുവാൻ നിങ്ങൾക്ക് കൂടുതൽ സഹായകരമായി തീരും എന്ന് തന്നെ പരാമർശിക്കാം. സാമ്പത്തിക കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തേണ്ടത് അനിവാര്യമാണ്. എന്നാൽ ധനം കൈകളിലേക്ക് വന്നു ചേരുവാൻ സാധ്യത വളരെ കൂടുതലാകുന്നു. അത്തരം കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കാവുന്നതുമാണ്. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് സഹായം നിങ്ങളിലേക്ക് വന്നു ചേരാം. സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ മറ്റ് വ്യക്തികളുമായി ബന്ധപ്പെട്ട് സഹായം, പിന്തുണ, നിങ്ങൾ ആഗ്രഹിക്കുന്നതായ പിന്തുണ ലഭിക്കാം. ചില വ്യക്തികളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഉപദേശങ്ങൾ ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. മാർഗനിർദ്ദേശങ്ങൾ ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. തന്മൂലം നിങ്ങൾക്ക് ഉന്നതി, നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിച്ചു എന്ന് വരാം. വിചാരിച്ച കാര്യങ്ങൾ നേടിയെടുക്കുവാനുള്ള സാധ്യതകൾ തന്മൂലം വർദ്ധിക്കാം. അത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരും. ഒന്നിൽ കൂടുതൽ സ്രോതസ്സുകളിൽ നിന്നും അവസരങ്ങൾ വന്നു ചേരാം. ഒരു അവസരം നഷ്ടപ്പെട്ടു എന്ന ചിന്ത നിങ്ങൾക്ക് വേണ്ട. കാരണം ഒന്നിൽ കൂടുതൽ അവസരങ്ങൾ നിങ്ങളെ തേടിയെത്താം. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് സമാധാനം ലഭിക്കുന്നതായ ചില കാര്യങ്ങൾ ചെയ്യുവാൻ സാധിച്ചു എന്ന് വരാം, അല്ലെങ്കിൽ നിങ്ങളിലേക്ക് വന്നു ചേരാം.
സമാധാനം ലഭിക്കാം. കൂടാതെ തൊഴിൽപരമായ ചില നേട്ടങ്ങൾ വന്നു ചേരാം. കുടുംബത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ സാധിച്ചു എന്ന് വരാം. ശത്രുദോഷവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. ബന്ധുക്കളുമായി ബന്ധപ്പെട്ടും അനുകൂലമായ സാഹചര്യങ്ങൾ വന്ന് ചേരുവാനുള്ള സാധ്യതകളുണ്ട്. തർക്കങ്ങൾ പരിഹരിച്ച് തന്നെ മുന്നോട്ട് പോകുവാൻ സാധിച്ചു എന്ന് വരാം. രണ്ടാമത്തെ ശ്രീകൃഷ്ണ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാണ്. പല കാര്യങ്ങളിലും മനസമാധാനം നഷ്ടപ്പെട്ടതായ സാഹചര്യം നിങ്ങൾക്കുണ്ട്. ധനം പ്രതീക്ഷിക്കുന്ന രീതിയിലേക്ക് കൈകളിലേക്ക് വന്നു ചേരാത്തതായ സാഹചര്യമുണ്ട്. പലപ്പോഴും കയ്യിലുള്ള ധനം നഷ്ടപ്പെടുന്നതായ സാഹചര്യം പോലും ജീവിതത്തിൽ കൂടുതലായും അനുഭവിക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ. മനസമാധാനം നഷ്ടപ്പെടുന്നതായ സാഹചര്യം, പല വ്യക്തികളിൽ നിന്നും കുറ്റപ്പെടുത്തലുകൾ, അവഗണനകൾ, മാനഹാനി നേരിടേണ്ടതായ സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു എന്നതും വാസ്തവമാണ്. എന്നാൽ ചില മാറ്റങ്ങൾ വന്നു ചേരാം. വളരെ കാലമായി ആഗ്രഹിക്കുന്നതോ അല്ലെങ്കിൽ മനസ്സിൽ വിചാരിക്കുന്നതോ ആയ ചില കാര്യങ്ങൾ നടക്കുവാനുള്ള സാധ്യതകൾ വർദ്ധിക്കും. ധനപരമായ നേട്ടങ്ങളിലേക്ക് സഹായകരമായ ചില കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. മനസമാധാനം ജീവിതത്തിലേക്ക് വന്നു ചേരുന്നതായ ചില പ്രവൃത്തികൾ ചെയ്യുവാൻ സാധിച്ചു എന്ന് വരാം. തൊഴിൽപരമായ സ്ഥാനമാറ്റങ്ങൾ, അത് ഗുണകരമായ മാറ്റങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതകളുണ്ട്. ഉന്നതമായ സ്ഥാനം അലങ്കരിക്കുവാനുള്ള അവസരം പോലും വന്നു ചേർന്നു എന്ന് വരാം. വന്നു ചേരുന്നത് അവസരങ്ങളാണ്. അതിനാൽ അത്തരം കാര്യങ്ങൾ ശരിയായ രീതിയിൽ നിങ്ങൾ വിനിയോഗിക്കേണ്ടത് അനിവാര്യമാകുന്നു. ബിസിനസ് പരമായ കാര്യങ്ങൾ പോലും അനുകൂലമാകുന്ന സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. നല്ല സൗഹൃദങ്ങൾ ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. മനോനിയന്ത്രണം പല കാര്യങ്ങളിലും നഷ്ടപ്പെടുന്നതായ സാഹചര്യമുണ്ട് എങ്കിലും അത് വീണ്ടെടുക്കുവാൻ പല കാര്യങ്ങളിലും നിയന്ത്രണം വരുത്തുവാൻ നിങ്ങൾക്ക് സാധിക്കും. അത് നിങ്ങൾക്ക് ഭാവിയിൽ മുതൽക്കൂട്ടാവുകയും ചെയ്യും. അത് കോപമാകാം, പെട്ടെന്ന് എടുക്കുന്നതായ തീരുമാനങ്ങളാകാം. ഇത്തരത്തിൽ പല കാര്യങ്ങളും നിയന്ത്രിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും. നെഗറ്റീവായ ചിന്തകൾ മനസ്സിൽ വല്ലാതെ നിറയുന്നതായ സാഹചര്യമുണ്ട്. അതിൽ മാറ്റങ്ങൾ വന്നു ചേരും. നെഗറ്റീവായ ചിന്തകൾ പൂർണ്ണമായും ഒഴിവാക്കുവാൻ സാധിച്ചു എന്ന് വരാം. ശുഭകരമല്ലാത്തതായ ചില കാര്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകൾ പോലും നിങ്ങൾക്ക് മുൻകൂട്ടി കണ്ട് ഒഴിവാക്കുവാൻ സാധിക്കും. ഇത്തരം കാര്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട് എന്ന് മനസ്സിലാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. അതിനാൽ അത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തേണ്ടത് അനിവാര്യമാണ്. തൊഴിൽപരമായ നഷ്ടങ്ങൾ ഒഴിവാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. പലപ്പോഴും കലഹങ്ങൾ, അത് ബന്ധുക്കളുമായി ബന്ധപ്പെട്ടോ അതല്ല വേണ്ടപ്പെട്ടവരോ പങ്കാളിയുമായി ബന്ധപ്പെട്ടാണ് എങ്കിൽ പോലും അത് തരണം ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിച്ചു എന്ന് വരാം. പ്രശ്നങ്ങളെ ശരിയായ രീതിയിൽ തന്നെ ഒഴിവാക്കുവാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ വന്നു ചേരും. പ്രത്യേകിച്ചും ഈ സമയം വന്നു ചേരുന്നതായ അപകട സാധ്യതകളെ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. കാര്യങ്ങൾ അത്തരത്തിൽ അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കും. കാര്യവിജയങ്ങളിലേക്ക് നയിക്കുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ഉദ്ദേശിക്കുന്നതായ പല കാര്യങ്ങളും ഈ സമയം നടത്തിയെടുക്കുവാൻ നിങ്ങൾക്ക് സാധിച്ചു എന്ന് വരാം. സൗഹൃദങ്ങൾ നിങ്ങൾക്ക് മുതൽക്കൂട്ടായി മാറുന്ന സാഹചര്യങ്ങൾ വന്നു ചേരും. വിചാരിച്ചതായ ചില കാര്യങ്ങൾ നടത്തിയെടുക്കുന്നതിനോടൊപ്പം തൊഴിൽപരമായ നേട്ടങ്ങളിലേക്കും ബിസിനസ് പരമായ നേട്ടങ്ങളിലേക്കും അത് നിങ്ങളെ സഹായിക്കുകയും ചെയ്യും. ശത്രുക്കളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരും. ശത്രുദോഷവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തരണം ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കും. കുടുംബവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടുതൽ അനുകൂലമാക്കി തീർക്കുവാൻ സാധിച്ചു എന്ന് വരാം. ശത്രുദോഷങ്ങൾ ജീവിതത്തിൽ നിന്നും അകറ്റുവാൻ നിങ്ങൾക്ക് സാധിക്കും. ബന്ധുക്കളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമായി തീരും. കർമ്മ പുരോഗതി കൈവരിക്കുവാൻ
സാധിക്കുന്ന സാഹചര്യങ്ങൾ തന്നെ ജീവിതത്തിലേക്ക് വന്നു ചേരാം. പൊതുവിൽ ഈ സമയം നിങ്ങൾക്ക് ഇത്തരത്തിൽ പ്രതീക്ഷിക്കാത്തതായ ചില കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതായ സമയമാകുന്നു. അവസരങ്ങളാണ് വന്നു ചേരുക. ആ അവസരങ്ങൾ കൃത്യമായി തന്നെ നിങ്ങൾ വിനിയോഗിക്കേണ്ടതാകുന്നു.